യുദ്ധഭൂമിയിലെ സ്ത്രീ പോരാളികൾ തുടർച്ച. ഈ എഴുത്തുകാരിയുടെ മഹത്തായ ദൗത്യത്തിലൂടെ ഒരു ജനതയുടെ ധീരോതിഹാസം സുവർണലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. റഷ്യയിൽ മാത്രം ഈ പുസ്തകം 20 ലക്ഷം കോപ്പികൾ വിറ്റഴിച്ചു. സ്റ്റാലിന് വിമർശനം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ സോവിയറ്റ് യൂണിയനിൽ അതിഭീകരമായ ഒരു യുദ്ധം അരങ്ങേറി. ലോകത്ത് വിനാശം വിതച്ച രണ്ടാം മഹായുദ്ധമാണത്. റഷ്യയും ബെലോറഷ്യയും അടങ്ങുന്ന വലിയ ഭൂവിഭാഗം യുദ്ധത്തിൻ്റെ ചുഴിയിൽ അമർന്നു. കമ്മ്യൂണിസത്തെ തുടച്ചു നീക്കാനും ലോകമേധാവിത്വത്തിനുമായി സുസംഘടിതമായ സൈന്യവും വർദ്ധിച്ച ആത്മവീര്യവുമായിട്ടായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറുടെ സൈന്യം മോസ്കോവിലെത്തുന്നത്. ഒരു പരീക്ഷണമെന്ന നിലയിൽ സ്ഥാപിതമായ സോവിയറ്റ് യൂണിയനിലെ തൊഴിലാളിവർഗ ഭരണകൂടം ആ കാലത്ത് നിരവധി അന്തഃസംഘർഷങ്ങളിൽ ആടി ഉലഞ്ഞിരുന്നു. തനിക്കെതിരെ വന്ന പ്രതിഷേധങ്ങളെയും ചെറുത്തുനിൽപ്പുകളെയും സംശയങ്ങളെയും സ്റ്റാലിൻ നിർദാക്ഷിണ്യം അടിച്ചമർത്തിയിരുന്നു. അങ്ങനെയാണ് രക്തപങ്കിലമായ ശുദ്ധീകരണ പ്രക്രിയകളും തടവു ക്യാമ്പുകളും ഗുലാഗ് ആവിർഭവിക്കുന്നത്. യുദ്ധം പടിവാതിൽക്കലെത്തിയപ്പോൾ സോവിയറ്റ് ജനത എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒറ്റക്കെട്ടായി. ആ കാലഘട്ടത്തെ ഈ പുസ്തകം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെ: യുദ്ധത്തിനു മുമ്പ് തന്നെ ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയൻ ആക്രമിക്കാൻ ഒരുക്കം കൂട്ടുന്നു എന്നൊരു വാർത്ത പരന്നിരുന്നു. എന്നാൽ അത്തരം വാർത്തകൾക്കുമേൽ കർശനമായ വിലക്കുകൾ ഉണ്ടായിരുന്നു. ആളുകൾ അടക്കം പറഞ്ഞിരുന്നത് പോലും സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ കതകടിച്ചിട്ടിരുന്നായിരുന്നു, അല്ലെങ്കിൽ കുളിമുറിക്കുള്ളിൽ പൈപ്പ് മുഴുവനായും തുറന്നിട്ടുകൊണ്ടായിരുന്നു. വീട്ടിലായാലും അടുക്കളയിലായാലും ഒരുമിച്ചുള്ള അപ്പാർട്ട്മെൻറ്റുകളിലായാലും